പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നാമൊക്കെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് വെറും കൈയോടുകൂടിയാണ്. ഇടയ്ക്കെപ്പോഴോ കുറച്ചു കാലം ഇവിടെ ജീവിച്ച് ചിലരെയൊക്കെ കണ്ടുമുട്ടി വീണ്ടും അനാഥത്വം പേറി മണ്ണറയിലേക്ക് തന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നാം. ശവക്കോട്ടകളിലൂടെ, മരിപ്പറമ്പിലൂടെ, പള്ളിക്കാടുകളിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ മുൻഗാമികളുടെയും നമ്മുടെ സഹവാസികളുടെയും ഒക്കെ കബറിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മേലെ നാം മീസാൻ കല്ല് നാട്ടിയിട്ടുണ്ട്. ആ മീസാൻ കല്ലിന് താഴെ അവർ കണ്ട സ്വപ്നങ്ങളെ കൂടിയാണ് നാം മറമാടിയിട്ടുള്ളത്. ഇന്ന് തിരക്കൊഴിഞ്ഞ നേരമില്ലാത്ത മനുഷ്യൻ, പരസ്പരം കണ്ടാൽ മിണ്ടാൻ കഴിയാത്ത മനുഷ്യർ, പരസ്പരം ചേർത്ത് നിർത്താൻ സമാശ്വസിപ്പിക്കാൻ സമയമില്ലാത്ത മനുഷ്യർ, നാളെ ഒരു ദിവസം നാം ഓർത്തു വെക്കേണ്ട ഒരു ദിവസം, മറ്റുള്ളവരാൽ നാം ഓർക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം നമുക്ക് ചുറ്റും ജനസഞ്ചയം നിബിഡമായിരിക്കും. നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും പറയുന്ന ഒരു ദിവസമായിരിക്കില്ല അത്. നമ്മുടെ നന്മകൾ മാത്രം പറഞ്ഞ് ഏങ്ങിക്കരച്ചിലുകൾ നമ്മുടെ കാതുകളിൽ കേൾക്കാൻ കഴിയുന്ന ഒരു ദിവസം. അന്ന് പക്ഷേ അവരോടൊന്ന് സലാം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിക്കുന്ന നിമിഷം നാം നിസ്സഹായനായിരിക്കും. അതെ, മനുഷ്യൻ എപ്പോഴും നിസ്സഹായനാണ്. അതുകൊണ്ട് ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താൻ പഠിക്കുക. സന്തോഷം പടർത്താൻ ശ്രമിക്കുക. എന്നും സമാധാനത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളുക. തെറ്റ് പറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. തെറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ പരസ്പരം പങ്കുചേരുകയും പരസ്പരം ഒന്നാകുകയും പറഞ്ഞു തീർക്കുകയും ഈ ബാലിശമായ സ്വഭാവ വൈകൃതങ്ങളെ അവരിലേക്ക് ഭാരമല്ലാത്ത രീതിയിൽ ഇറക്കി വെച്ചുകൊണ്ട് നശ്വരമായ ആയുസ് നല്ല രീതിയിൽ മറ്റുള്ളവരാൽ സ്മരിക്കപ്പെടുന്ന രീതിയിൽ, നാളെ ഞാൻ മരിച്ചാൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സോടുകൂടി നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ആദ്യമായി ഈ പറയുന്നത് എന്നോടും പിന്നെ എന്നെ കേൾക്കുന്ന നിങ്ങളോടുമാണ്. പ്രിയപ്പെട്ടവരെ, തൽക്കാലം വാക്കുകൾക്ക് വിട. സന്തോഷം വിടരട്ടെ, സമാധാനം പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്